ഗുഡ് മോർണിംഗ് എവരി വൺ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്സിലെ ഒരു ചെറിയ ടോപ്പിക്കാണ്. ശതമാനം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമുക്കറിയാം ഡിഫറെൻ്റ് ആയിട്ടുള്ള PSC എക്സാമിനേഷനിൽ, അതിപ്പം 10th ലെവൽ മുതൽ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ വരെയുള്ള എല്ലാ എക്സാമിനേഷൻസിലും മാത്സ് അല്ലെങ്കിൽ അരിത്തമെറ്റിക് അതല്ലെങ്കിൽ റീസണിങ് ഇങ്ങനെയുള്ളത് വിവിധ രൂപത്തിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. ഇനിയിപ്പം PSC എക്സാമിനേഷൻ അല്ല, അതല്ലാതെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ SSC എക്സാമിനേഷൻ, അതല്ലെങ്കിൽ UPSCയുടെ സിവിൽ സർവീസിന്റെ പ്രിലിംസ് എക്സാമിനേഷന്റെ CSAT പേപ്പർ, ഇങ്ങനെ നമ്മൾ ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാലും അതിലൊക്കെ മാത്സ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ്, നമ്മുടെ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാത്സ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം അത്തരത്തിൽ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിൽ നിർബന്ധമായിട്ടും കാണുന്ന അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ശതമാനം എന്ന് പറയുന്നത്. ശതമാനം പല രൂപത്തിലായിരിക്കും നമുക്ക് വരുന്നത്. ചിലപ്പം നികുതി ശതമാനം കാണാനായിരിക്കും, ചില സമയത്ത് ലാഭം നഷ്ടം ആ രൂപത്തിലുള്ളത് കാണാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ ഇത്തരത്തിൽ പല രൂപത്തിൽ ശതമാനവുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് പല കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിലും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്ന് പഠിച്ചു തുടങ്ങാൻ പോകുന്നത് ശതമാനം എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കാണ്. അപ്പൊ ഇത് ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ട് ഏറ്റവും ബേസിക് ലെവലിൽ നിന്ന് തുടങ്ങിയിട്ട് ഏറ്റവും അഡ്വാൻസ് ലെവലിലേക്കായിരിക്കും നമ്മുടെ ഈ ഒരു ക്ലാസ് പോകുന്നത്. അപ്പൊ നിങ്ങൾ ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ആണ് പ്രിപ്പയർ ചെയ്യുന്നത്, അക്കോർഡിംഗ്ലി ക്ലാസ്സുകൾ ഫോളോ ചെയ്യാം. ഒരു 10th ലെവൽ എക്സാമിനേഷൻ ഒക്കെ ആണെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് അവിടെ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ക്ലാസ്സുകൾ എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാവുന്നതാണ്. ഓരോ ലെവൽ കഴിയുന്ന സമയത്ത് ഞാൻ പറയുന്നതായിരിക്കും നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അവർ ഡിഗ്രി ലെവലിലേക്ക്, എസ്പെഷ്യലി ഡിഗ്രിയുടെ ലെവലിലുള്ള PSC എക്സാമിനേഷന്റെ മെയിൻസ് ക്വസ്റ്റ്യൻസിലേക്കൊക്കെ വരുന്ന സമയത്ത് കുറെ കൂടെ ടഫ് ആയിട്ടുള്ള, കുറെ കൂടെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യാൻ കേപ്പബിൾ ആയിരിക്കണം. അപ്പം ടു ബി പ്രിസൈസ്, കുറെ കൂടെ കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 10th ലെവൽ അല്ലെങ്കിൽ 10th ലെവൽ മുതൽ ഡിഗ്രി ഏറ്റവും കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ആയിട്ടുള്ള ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ, PSCയുടെ കേസ് ആണെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ വരെയുള്ള മാത്സ്, അതും ശതമാനത്തിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ നിങ്ങളെ കേപ്പബിൾ ആക്കുക എന്നതാണ് ഈ ഒരു സെഷന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സെഷനിൽ ആദ്യത്തെ സെഷനിൽ കൺസെപ്റ്റുകളായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിൽ ഷോർട്ട് ട്രിക്സ് പറയില്ല. ആദ്യം കൺസെപ്റ്റ് മനസ്സിലാക്കുന്ന ഒരാൾക്കാണ് ഷോർട്ട് ട്രിക്സ് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുക. അതുകൊണ്ട് ആദ്യത്തെ ഈ ഒരു സെഷനിലേക്ക് നിങ്ങൾ ഷോർട്ട് ട്രിക്സ് നോക്കണ്ട. ഈ ഒരു സെഷനിൽ ശതമാനം, പെർസെൻറ്റേജ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് കൃത്യമാക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ശ്രമിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ട്രിക്സ് ഇല്ലെങ്കിൽ പോലും പല ക്വസ്റ്റ്യൻസും കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ശതമാനം എന്ന് പറയുന്നതിന് ഡിഫറെന്റ് പെർസ്പെക്റ്റീവില്, ഡിഫറെന്റ് ആയിട്ടുള്ള ഡയമെൻഷൻസിൽ, വിവിധ തരത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിനൊക്കെ അനലൈസ് ചെയ്ത് മനസ്സിലാക്കുക എന്ന് പറയുന്നതാണ്. അപ്പൊ എന്തായാലും ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സെഷൻസിലേക്ക് കടക്കാം. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ശതമാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, പെർസെൻറ്റേജ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്കറിയാം രണ്ട് രൂപത്തിൽ നമുക്ക് നോക്കാം. ശതമാനം, മലയാളത്തിലെ ശതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, ദശം, ശതം, സഹസ്രം. അപ്പൊ ശതം എന്ന് പറയുന്ന സമയത്ത് 100. ഓക്കെ, ശതമാനം എന്ന് പറയുന്ന സമയത്ത് 100ൽ എത്ര എന്ന് നമ്മൾ നോക്കുന്നതാണ്. ഇനി പെർസെൻറ്റേജ്. ഓക്കെ, അപ്പൊ പെർസെൻറ്റേജ് എന്ന് പറയുന്ന സമയത്ത് സെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 100. ഓക്കെ, സെന്റ്, സെഞ്ചുറി അല്ലെങ്കിൽ സെഞ്ചുറി എന്ന് പറയുന്ന സമയത്ത് സെഞ്ചുറി. ഓക്കെ, ആ സെഞ്ചുറിയുടെ സെന്റ്, അപ്പം 100. അപ്പൊ 100ൽ എത്ര, അപ്പൊ സെന്റ് എന്ന് പറയുന്ന സമയത്ത് 100ൽ എത്ര, ശതമാനം എന്ന് പറയുന്ന സമയത്ത് 100ൽ എത്ര. അപ്പം 100ന്റെ ബേസിലാണ് ശതമാനത്തിനെ അല്ലെങ്കിൽ പെർസെൻറ്റേജിനെ നമ്മൾ പറയുന്നത്. അപ്പൊ കുറെ കൂടെ കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സംഖ്യയെ നമ്മൾ 100 ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് അതിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോർഷൻ അത് എത്രയുണ്ട് എന്ന് നമ്മൾ നോക്കുകയാണ് ചെയ്യുക. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ കുറെ കൂടെ കൃത്യമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ എന്റെ പക്കൽ 200 ആപ്പിൾ ഉണ്ട്. ഓക്കെ, എന്റെ പക്കൽ 200 ആപ്പിൾ ഉണ്ട്. അപ്പൊ എന്റെ അടുത്ത് ചോദിക്കുകയാണ് ഇതിന്റെ 5% എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 200 ആപ്പിളിന് ഞാൻ എന്ത് ചെയ്യുന്നതായിരിക്കും, 100 കൂട്ടങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, 200 ആപ്പിളിന് ഞാൻ എന്ത് ചെയ്യണം, 100 കൂട്ടമായിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യുന്നത്, ആക്ച്വലി ഈ ശതമാനം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് കാണിക്കുകയാണ് കേട്ടോ. അപ്പം 200 ഡിവൈഡഡ് ബൈ 100 എന്ന് പറയുന്ന സമയത്ത് 2 ആപ്പിൾ. അപ്പം 2 ആപ്പിളുകൾ വീതമുള്ള 100 കൂട്ടമായിട്ട് എനിക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, 2 ആപ്പിളുകൾ വീതമുള്ള 100 കൂട്ടമായിട്ട് എനിക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം കുറെ കൂടെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 2 × 100 എന്ന് കിട്ടും. ഓക്കെ, 2 × 100. അപ്പൊ ഇതില് 2 എന്ന് പറയുന്നത് 1%. ആ 200ന് ഞാൻ എന്ത് ചെയ്തു, 2ന്റെ 100 കൂട്ടമാക്കിയിട്ട് മാറ്റി അതിലെ ഒരു കൂട്ടം എന്ന് പറയുന്നു. ആ ഒരു കൂട്ടത്തിൽ 2 ഉണ്ടായിരിക്കും. അപ്പൊ അത് 1%. എന്റെ അടുത്ത് ചോദിച്ചത് എത്രയാണ്, 5%.
ഓക്കെ, എൻ്റെ അടുത്ത് ചോദിക്കുന്നത് 5%. അപ്പോൾ 1% എന്ന് പറയുന്നത്, ഓക്കെ, 1% എന്ന് പറയുന്നത് 2 എണ്ണം ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ 5% എന്ന് പറയുന്നത് ഈ 2 × 5 ചെയ്തു കഴിഞ്ഞാൽ മതി 10. ഓക്കെ, അപ്പൊ 200ന്റെ 5% എന്ന് പറയുന്നത് 10 ആണ്. ഇതാണ് ശതമാനത്തിന്റെ ബേസിക് ആയിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ശതമാനം എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഏതൊരു നമ്പറിനെ കിട്ടിക്കഴിഞ്ഞാലും അതിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പൊ നിങ്ങൾക്ക് ഒരു നമ്പർ കിട്ടും. ഓക്കെ, അപ്പൊ ഒരു നമ്പർ കിട്ടും. എന്നിട്ട് നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന ശതമാനം എത്രയാണോ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അതുകൊണ്ട് മൾട്ടിപ്ലൈ. നമുക്ക് ഒരു എക്സാമ്പിൾ കൂടെ എടുത്തു നോക്കാം. ഫോർ എക്സാമ്പിൾ 500ന്റെ 15% കാണണം. ഓക്കെ, 500ന്റെ 15% എത്ര? ഇതാണ് കാണേണ്ടത്. 500ന്റെ 15% എത്രയാണ്? ഇതാണ് എനിക്ക് കാണേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞ എന്താണ്, തന്നിരിക്കുന്ന നമ്പറിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കാരണം 100ൽ എത്ര എന്നതാണ് ശതമാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, പെർസെന്റ്, അതിൽ എത്ര എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യും, 500 ഡിവൈഡഡ് ബൈ 100. 500നെ നമ്മൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ 500നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഡിവിഷൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. 0 നമ്മൾ അങ്ങ് ക്യാൻസൽ ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 5 എന്ന് കിട്ടും. ഇനി നമ്മൾ എടുത്ത് ചോദിച്ചത് എത്രയാണ്, 15%. ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് 500നെ ഞാൻ എന്ത് ചെയ്യാണ്, 100 ഈക്വൽ ആയിട്ട് വരുന്ന 100 പാർട്ടായിട്ട് 500നെ ഞാൻ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ ഒരു പാർട്ടിൽ 5 എണ്ണം ഉണ്ടായിരിക്കും. അങ്ങനത്തെ 5 പാർട്ട് ഞാൻ കൺസിഡർ ചെയ്യണം. അങ്ങനത്തെ 15 പാർട്ട് ഞാൻ കൺസിഡർ ചെയ്യണം. ഓക്കെ, കാരണം 15% പറയുന്നത്. ഇത് 500നെ ഞാൻ 100 പാർട്ടാക്കി കഴിഞ്ഞാൽ അതിൽ ഓരോന്നിലും 5 എണ്ണം വീതം ഉണ്ടാവും. അപ്പൊ ഞാൻ 500 ആപ്പിളിനെ, ഓക്കെ, 100 എണ്ണം വീതം അല്ലെങ്കിൽ 100 സെഗ്മെന്റുകളാക്കി മാറ്റാണ്. അല്ലെങ്കിൽ ഈക്വൽ ആയിട്ട് ഞാൻ എന്ത് ചെയ്യണം, 100 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഓരോരുത്തർക്കും 5 എണ്ണം വീതം കിട്ടും. അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പിലും 5 എണ്ണം വീതം വരും. അപ്പൊ അതെന്താണ്, 1%. ഇപ്പൊ നമുക്ക് കിട്ടുന്നത് 1%. അതിനെന്ത് ചെയ്യണം, 15% ആക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ഇതിനെ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം 5 × 15, അതിനെ ഞാൻ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 5നെ ഞാൻ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്ത് കിട്ടും, 75 എന്ന് കിട്ടും. ഓക്കെ, 75 എന്ന് കിട്ടും. അതായത് 500ന്റെ 15% എന്ന് പറയുന്നത് 75 ആണ്. 500ന്റെ 15% എന്ന് പറയുന്നത് 75 ആണ്. ഇനി തിരിച്ച് നമുക്ക് നോക്കാം. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തതൊക്കെ 100ന് മുകളിലുള്ള നമ്പറാണ്. ഇനി 100ന് താഴെയുള്ള ഒരു നമ്പർ നമുക്ക് എടുത്തു നോക്കാം. ഫോർ എക്സാമ്പിൾ 50. ഓക്കെ, 50 എന്ന് പറയുന്നത് 100ന് താഴെയാണ്. അപ്പൊ അതിന് ഞാൻ 50നെ അല്ലെങ്കിൽ 50 ആപ്പിളിനെ ഞാൻ 100 ആൾക്ക് ഡിവൈഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, 50 ആപ്പിളിനെ ഞാൻ 100 ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആപ്പിളിന്റെ എണ്ണം കുറവാണ്. 50 എണ്ണം ഉള്ളത്, പക്ഷെ 100 ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും, ആപ്പിൾ കട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഓരോ ആപ്പിളും ഞാൻ 2 എണ്ണമായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് 100 പീസ് കിട്ടും. അപ്പൊ എനിക്ക് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 50 ആപ്പിളിന് ഞാൻ എന്ത് ചെയ്യണം, ഓരോ ആപ്പിളിനെയും ഞാൻ പകുതി കറക്റ്റ് ഹാഫ് ആക്കി ഡിവൈഡ് ചെയ്യണം. ഹാഫ് ആക്കി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 100 കഷ്ണം കിട്ടും. അപ്പൊ അതെനിക്ക് എന്ത് ചെയ്യാം, ഓരോരുത്തർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അത് തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. 50 ഡിവൈഡഡ് ബൈ 100. 50നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പൊ എനിക്ക് എന്ത് കിട്ടും, 5 ഡിവൈഡഡ് ബൈ 10 എന്ന് കിട്ടും. 5 ഡിവൈഡഡ് ബൈ 10 എന്ന് കിട്ടും. അപ്പൊ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും, ഓക്കെ, അതായത് മുകളിലും താഴെയും 5 കോമൺ ആയിട്ട് പോകും. അതുകൊണ്ട് 5 കൊണ്ട് ഞാൻ അങ്ങ് ഡിവൈഡ് ചെയ്യാണ് മുകളിലും താഴെയും. അപ്പൊ എനിക്ക് 1/2 എന്ന് കിട്ടും. 1/2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഫ് ആണ്. ഓക്കെ, ഹാഫ്. അപ്പൊ നേരത്തെ നമ്മൾ എന്താ ചെയ്തത്, ഒരു ആപ്പിളിനെ പകുതിയായിട്ട് കട്ട് ചെയ്തു. 50 ആപ്പിളുടെ ഓരോ ആപ്പിളിനെയും പകുതിയായിട്ട് കട്ട് ചെയ്തു. അപ്പോഴാണ് നമുക്ക് 100 പീസ് കിട്ടിയത്. ആ 100 പീസാണ് നമ്മൾ 100 പേർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തത്. അപ്പൊ നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്, ഹാഫ് ആണ്. ഓക്കെ, ഹാഫ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 50നെ ഞാൻ 100 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിൽ ഓരോന്നും ഹാഫ് ആയിരിക്കും, 0.5 ആയിരിക്കും. ഓക്കെ, അപ്പം 50ന്റെ 1% എന്ന് പറയുന്നത് 0.5 ആണ്. ഓക്കെ, 50ന്റെ 1% എന്ന് പറയുന്നത് 0.5% ആണ്. ഓക്കെ, 50ന്റെ 1% എന്ന് പറയുന്നത് 0.5% ആണ്. അത് നമുക്ക് ഇവിടുന്ന് കിട്ടി. ഇതിന്റെ വാല്യൂ എത്രയാണ്, ഹാഫ് എന്ന് പറയുന്നത് 0.5 ആണ്. അത് നമുക്ക് ഇവിടെ തന്നെ കിട്ടും, 5 ഡിവൈഡഡ് ബൈ 10. ഓക്കെ, 5 ഡിവൈഡഡ് ബൈ 10 എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒരു ഡെസിമൽ മാറ്റിയിട്ട് 0 ഇട്ട് കൊടുത്താൽ മതി. ഒരു ഡെസിമൽ മാറ്റിയിട്ട് 0 ഇടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 0.5 എന്ന് കിട്ടും. ഓക്കെ, 0.5 എന്ന് കിട്ടും. അപ്പൊ അവിടുന്ന് തന്നെ നമുക്ക് എന്ത് കിട്ടി, ഹാഫ് ആണ് അല്ലെങ്കിൽ 0.5 ആണ് എന്നുള്ള കൺസെപ്റ്റ് കിട്ടി. ഇനിയിപ്പം മറ്റൊരു നമ്പർ നമുക്ക് എടുക്കാം, 80. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാണ്, 80 എടുക്കുകയാണ്. 80ന്റെ 20% എനിക്ക് കാണേണ്ടത്. 80ന്റെ 20% എനിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം, 80 ഡിവൈഡഡ് ബൈ 100. ഓക്കെ, ശതമാനം കാണുന്നുണ്ടെങ്കിൽ 80നെ ഞാൻ എന്ത് ചെയ്യണം, 100 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം, 80 ഡിവൈഡഡ് ബൈ 100. ഇനി 80ന്റെ എത്രയാണ് എനിക്ക് കാണേണ്ടത്, 20%. അപ്പൊ എന്ത് ചെയ്യണം, ഇതിനെ ഞാൻ ഇനി 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും കൂടെ ചെയ്യും. ഓക്കെ, അപ്പൊ ഞാൻ ഇതിനെ ഒന്ന് റീ അറേഞ്ച് ചെയ്ത് എഴുതാൻ പോവാണ്.
അപ്പൊ ഏതൊരു നമ്പറിന്റെയും ശതമാനം കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇനി എന്ത് ചെയ്താൽ മതി? ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ 80ന്റെ 20% എന്നുണ്ടെങ്കിൽ ഇതിന് എനിക്ക് എങ്ങനെ എഴുതാം? 80 ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 100 എന്ന് എഴുതാം. ഓക്കെ, 80 ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 100 എന്ന് എഴുതാം. അപ്പൊ എന്ത് ചെയ്തു? 20% 20% എന്ന് പറയുമ്പോൾ 100ൽ 20, അതാണ് 20% എന്ന് പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? ആ നമ്പറിനെ കൊണ്ട് ഞാൻ അതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ 80ന്റെ 20% കിട്ടാൻ വേണ്ടി 80നെ ഞാൻ എന്ത് ചെയ്താൽ മതി? 20 ഡിവൈഡഡ് ബൈ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി അതേപോലെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ 80ന്റെ 10% കിട്ടാനാണെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി? 80 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 100 എന്ന് ചെയ്താൽ മതി. 80 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 100 എന്ന് ചെയ്താൽ മതി. ഇനി 80ന്റെ 15% കിട്ടാനാണെങ്കിലോ വീണ്ടും അതേ കാര്യം തന്നെ ചെയ്താൽ മതി. 80 ഇൻറ്റു 15 ഡിവൈഡഡ് ബൈ 100. ഓക്കെ, 80 ഇൻറ്റു 15 ഡിവൈഡ് ബൈ 100. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? 80ന്റെ 15% കിട്ടും. 80ന്റെ 20% ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് 16 ആയിരിക്കും. ഓക്കെ, 16 ആയിരിക്കും. അത് എങ്ങനെയാണ് കിട്ടുന്നത്? 0 0 ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലുള്ള 0 ഒക്കെ ഞാൻ ക്യാൻസൽ ചെയ്തു. അപ്പൊ എന്ത് കിട്ടും? 2 ഇൻറ്റു 8 എന്ന് കിട്ടും. അത് 16 ആണ്. ഇനി 10% എത്രയെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? 0 മൊത്തം ഞാൻ അങ്ങ് ക്യാൻസൽ ചെയ്യാണ്. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലുള്ള 0കളും ഞാൻ എന്ത് ചെയ്തു? പരസ്പരം ക്യാൻസൽ ചെയ്തു. അപ്പൊ എനിക്ക് 8 എന്ന് കിട്ടി. ഓക്കെ, ഇനി അടുത്തത് 15% കാണാൻ വേണ്ടിയിട്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലുള്ള ഒരു നമ്പർ ഞാൻ എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. ഓക്കെ, അല്ലെങ്കിൽ 0 ഞാൻ ക്യാൻസൽ ചെയ്തു. ഇനി 8ഉം 10ഉം ഉണ്ട്. 8നെ ഞാൻ എന്ത് ചെയ്യണം? 15ഉം 10ഉം ഉണ്ട്. അപ്പൊ ഞാൻ 5 കൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 15ല് 3 പ്രാവശ്യം 5. ഓക്കെ, 10ല് 2 തവണ 2 എന്ന് കിട്ടി. ഇനി 8ഉം 2ഉം ഉണ്ട്. അത് രണ്ടും കൂടെ ഞാൻ പരസ്പരം ക്യാൻസൽ ചെയ്യാണ്. അപ്പം 8ല് 2 4 പ്രാവശ്യം പോവും. അപ്പം 4 ഇൻറ്റു 3 12. ഓക്കെ, അപ്പൊ പെർസെൻറ്റേജ് കാണാൻ വളരെ എളുപ്പമാണ്. ഞാൻ എന്ത് ചെയ്യണം? 100 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് എത്ര പെർസെൻറ്റേജ് ആണോ എനിക്ക് ആവശ്യം അതുകൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അതേ സാധനത്തിന് നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയതാണ്. ഇനി ഡിഫറെന്റ് നമ്പേഴ്സ് നമുക്ക് എടുത്തൊന്ന് പരിശോധിച്ച് നോക്കാം. ഓക്കെ, ഡിഫറെന്റ് നമ്പേഴ്സ് നമുക്ക് എടുത്തിട്ട് റാൻഡം ആയിട്ട് കുറച്ച് ശതമാനങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആവും. ശതമാനം എന്ന് പറയുന്ന കൺസെപ്റ്റ് എക്സാക്ട്ലി ഒന്ന് ക്ലിയർ ആയിട്ട് വരും. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ, ഓക്കെ, ഞാൻ ആദ്യം എടുക്കുന്നത് 600 ആണ്. 600ന്റെ 25%, 600ന്റെ 25% കാണണം. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ പോസ് ആക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് അത് നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പൊ 600ന്റെ 25% കാണണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? 600 ഡിവൈഡഡ് ബൈ 100 എന്നിട്ട് എന്ത് ചെയ്യുക? 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, 600 ഡിവൈഡ് ബൈ 100 എന്ന് പറയുന്ന സമയത്ത് 600നെ നമ്മൾ എന്ത് ചെയ്തു? 100 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു. അതിൽ ഒരു പാർട്ട്, അങ്ങനത്തെ എത്ര പാർട്ട് നമുക്ക് വേണം? 25 പാർട്ട് വേണം. അപ്പൊ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 600 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 25. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? 0 ഈസിലി ക്യാൻസൽ ആയിട്ട് പോകും. ഓക്കെ, ഇനി 6 ഇൻറ്റു 125 എന്ന് പറയുന്ന സമയത്ത് 150. അപ്പൊ 600ന്റെ 25% എന്ന് പറയുന്ന സമയത്ത് 150. വളരെ എളുപ്പം കിട്ടി. ഇനി അതേപോലെ തന്നെ നോക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 800. ഓക്കെ, 800ന്റെ 15%. ഞാനിപ്പോ ആദ്യം എടുക്കുന്നതൊക്കെ വളരെ എളുപ്പം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ആണ്. 800ന്റെ 15%. അപ്പൊ 800ന്റെ 15% എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 800ന് ഞാൻ എന്ത് ചെയ്യണം? 100 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം? 800 ഡിവൈഡഡ് ബൈ 100. 800നെ ഞാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? 0 ക്യാൻസൽ ആയിട്ട് പോകും. എന്നിട്ട് എന്ത് കിട്ടണം? 8 ഇൻറ്റു 15 എന്ന് കിട്ടും. അതിന്റെ ആൻസർ 120. ഓക്കെ, 120. അപ്പൊ എന്താണ്? 8 ഇൻറ്റു 15 എന്ന് പറയുന്ന സമയത്ത് 120. അപ്പൊ അതാണ് എന്ത്? 800ന്റെ 15% എന്ന് പറയുന്നത്. ഇനി കുറച്ചും കൂടെ ഒന്ന് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള രൂപത്തിലേക്കുള്ള ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ 960. ഓക്കെ, ഇപ്പൊ ഇതെന്തല്ല ഈസിലി അങ്ങനെ പെട്ടെന്ന് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് 0 വെട്ടിക്കളയാൻ പറ്റുന്ന ഒരു നമ്പർ അല്ല. ഓക്കെ, 960. ആ 960ന്റെ 14% എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. 960ന്റെ 14% കാൽക്കുലേറ്റ് ചെയ്യണം. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഓക്കെ, അപ്പൊ നേരത്തെ 5ഉം അല്ലെങ്കിൽ 10ന്റെ മൾട്ടിപ്പിൾ ഒക്കെ ആയതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് 0 വെട്ടിയിട്ട് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റിയത്. പക്ഷെ 960ന്റെ 14% എന്ന് പറയുമ്പോൾ അത്ര എളുപ്പമല്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ സെയിം തന്നെയാണ്. 960 ഡിവൈഡഡ് ബൈ 100. 960 ഡിവൈഡഡ് ബൈ 100. അപ്പൊ അവിടെ എന്ത് ചെയ്യാം? ഒരു 0 നമുക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എന്നിട്ട് എന്ത് ചെയ്യണം? ഇൻറ്റു 14 ചെയ്യണം. 14% കിട്ടാൻ വേണ്ടിയിട്ട് ഇൻറ്റു 14 ചെയ്യണം. അപ്പം 96 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 14 എന്ന് കിട്ടും. ഇനി ഇവിടെ എന്ത് ചെയ്യണം? നമ്മൾ പരസ്പരം ക്യാൻസൽ ചെയ്യാൻ ലൈക്ക് ക്യാൻസൽ ചെയ്ത് പോകണം. അപ്പൊ ആദ്യം ഞാൻ 10നെ എന്ത് ചെയ്യാണ്? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ എനിക്ക് എന്ത് കിട്ടി? 5 എന്ന് കിട്ടി. ഓക്കെ, ഇവിടെ ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. എനിക്ക് 7 എന്ന് കിട്ടി. ഓക്കെ, 7 എന്ന് കിട്ടി.
ഇനി എനിക്ക് അങ്ങനെ ഡിവൈഡ് ചെയ്യാനുള്ള സാധ്യതയില്ല, കാരണം ഡിനോമിനേറ്ററിൽ കിടക്കുന്നത് 5 ആണ്, മുകളിലുള്ളത് ഒന്നും തന്നെ എന്തല്ല, 5ന്റെ മൾട്ടിപ്പിൾ അല്ല. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിവൈഡ് ചെയ്ത് തന്നെ നോക്കണം. അതായത് 96 ഇൻറ്റു 7 ചെയ്യണം, എന്നിട്ട് അതിനെന്ത് ചെയ്യണം, ഡിവൈഡഡ് ബൈ 5 ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇതിന്റെ ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് അതിന്റെ ആൻസർ ഒന്ന് കമന്റ് ചെയ്യുക. 96നെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, എന്നിട്ട് എന്ത് ചെയ്യാം, 5 കൊണ്ട് അതിനൊന്ന് ഡിവൈഡ് ചെയ്യാം, എന്നിട്ട് എന്ത് ചെയ്യണം, അതിന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, അപ്പോഴേ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് ആൻസർ കിട്ടുള്ളൂ. ഓക്കെ, അപ്പം ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യും എന്ന് വിചാരിക്കുന്നു. സോ അതിന്റെ ആൻസർ ഏകദേശം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 134 അറൗണ്ട് വരും. ഓക്കെ, 134 പോയിന്റ് സംതിങ്, ലൈക്ക് 134.4 അത്ര എങ്ങാണ്ടായിരിക്കും ഈ ഒരു ആൻസർ വരുന്നത്. അതായത് ആദ്യം ചെയ്യേണ്ടത് 96 ഇൻറ്റു 7 ചെയ്യണം, എന്നിട്ട് അതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ എടുത്തിട്ട് അങ്ങനെ തന്നെ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പം പഠിക്കുന്നതിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ 96 ഇൻറ്റു 7 ഡിവൈഡഡ് ബൈ 5 ഏകദേശം ഒരു 134.4 ആയിരിക്കും അതിന്റെ ഒരു വാല്യൂ വരുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ശതമാനം ജനറൽ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത്. ഇപ്പൊ ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം, ബേസിക് ആയിട്ടുള്ള ശതമാനം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം എന്നത് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഹോംവർക്ക്, ഓക്കെ, നിങ്ങൾക്ക് സെൽഫ് ആയിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നമ്പേഴ്സ് തരാണ്, അതൊന്ന് ചെയ്ത് നോക്കുക. ആദ്യം തരാൻ പോകുന്നത് 1200. ഓക്കെ, 1200 ഇതിന്റെ 28% ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, ദെൻ അടുത്തതെന്ന് പറയുന്നതാണ് 250. ഓക്കെ, 250 ഇതിന്റെ 13% ഫൈൻഡ് ഔട്ട് ചെയ്യണം. 250ന്റെ 13% ഫൈൻഡ് ഔട്ട് ചെയ്യണം. ദെൻ അതുപോലെ തന്നെ 75. ഓക്കെ, 75ന്റെ 30% കാണണം. അതൊന്ന് നമുക്ക് കണ്ടു നോക്കാം. 75ന്റെ 30% ഒന്ന് കണ്ടു നോക്കാം. അപ്പൊ 75ന്റെ 30% എന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ 30% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ എന്താണ്, 30%. ഓക്കെ, 30 ഡിവൈഡഡ് ബൈ 100 ഇതാണ് ശതമാനം എന്ന് പറയുന്നത്. ഓക്കെ, 30 ഡിവൈഡ് ബൈ 100 ഇതിനാണ് നമ്മൾ സത്യത്തിൽ ശതമാനം എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം, 30 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 75 സത്യത്തിൽ 75ന്റെ 30% കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് എളുപ്പമാണ്, 0 ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഇനി 75ഉം 10 നോക്കുകയാണെങ്കിൽ 2ഉം 5ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇവിടെ നമുക്ക് ബാക്കിയായിട്ട് വരുന്നത് 2 ആയിരിക്കും. ഇവിടെ നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ, 5 കൊണ്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 60ഉം പിന്നെ 15ഉം വരുന്നുണ്ട്. ഓക്കെ, 60ഉം 15 വരുന്നുണ്ട്, അല്ലെങ്കിൽ 50 പ്ലസ് 25 വരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 15 വരുന്നുണ്ട്. ഓക്കെ, 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 15 വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് വരുന്നത്, ആദ്യം നമ്മൾ എന്ത് ചെയ്തു, 0 ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു, 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇപ്പൊ നമുക്ക് എന്ത് വരുന്നുണ്ട്, 45 ഡിവൈഡഡ് ബൈ 2 വരുന്നുണ്ട്. 45 ഡിവൈഡ് ബൈ 2 വരുന്നുണ്ട്. 15 ഇൻറ്റു 3 എന്ന് പറയുന്ന സമയത്ത് 45 ഡിവൈഡഡ് ബൈ 2 വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ വാല്യൂ ഏകദേശം നമുക്ക് 22.5 എന്ന് കിട്ടും. ഓക്കെ, 22.5. അപ്പൊ അതാണ് എന്ത്, 75ന്റെ 30%. ബാക്കിയുള്ള വാല്യൂസ് ഒക്കെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക, എന്നിട്ട് ആ വാല്യൂ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, വീഡിയോയിൽ കമന്റ് ആയിട്ട് ചെയ്യുക, ആൻസർ ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഡിഫറെന്റ് ആയിട്ട് PSC ചോദിച്ചിട്ടുള്ള 10th ലെവൽ എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള വിവിധ ചോദ്യങ്ങൾ ഒന്ന് ചെയ്ത് നോക്കാം. ഇപ്പം ആദ്യം വരുന്ന ഒരു ചോദ്യമാണ്, 750 മാർക്കിന്റെ പരീക്ഷയിൽ ഒരു വിദ്യാർത്ഥി 600 മാർക്ക് നേടി, അവന്റെ മാർക്കിന്റെ ശതമാനം എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ടോട്ടൽ ആയിട്ടുള്ള മാർക്ക് എത്രയാണ്, 750 ആണ്. അത് നമ്മൾ ഡിനോമിനേറ്ററിൽ എഴുതും. ഓക്കെ, 750 ഡിനോമിനേറ്ററിൽ എഴുതും. എന്നിട്ട് ആ വിദ്യാർത്ഥിക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് എത്രയാണ്, അത് 600 ആണ്. ഓക്കെ, കിട്ടിയിരിക്കുന്ന മാർക്ക് 600 ആണ്. അപ്പൊ ഇതാണ് ആ വിദ്യാർത്ഥിക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക്, 750-ല് 600 ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിനെ പെർസെന്റേജ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇൻറ്റു 100 ചെയ്താൽ മതി. ഇൻറ്റു 100 ചെയ്താൽ മതി. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ മറ്റൊന്നും കൂടെ പറയാം. ഇപ്പൊ ഞാൻ 100 ആപ്പിളിൽ നിന്ന് ഞാൻ ഒരു 8 ആപ്പിൾ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ, 100 ആപ്പിളിൽ നിന്ന് ഞാൻ ഒരു 8 ആപ്പിൾ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെനിക്ക് എങ്ങനെ എഴുതാം, 100 ആപ്പിളിൽ നിന്ന് ഞാൻ 8 ആപ്പിൾ എടുത്തു. ഓക്കെ, ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എടുത്ത ആപ്പിളിന്റെ പെർസെൻറ്റേജ് എനിക്ക് കിട്ടും. അപ്പൊ 100ഉം 100ഉം ക്യാൻസൽ ആയി കഴിഞ്ഞാൽ 8%. ഓക്കെ, അപ്പൊ ടോട്ടൽ ആയിട്ടുള്ള ആപ്പിളിൽ നിന്ന് 8%ആണ് ഞാൻ എടുക്കുന്നത്. 100 ആപ്പിളിൽ നിന്ന് ഞാൻ 8 ആപ്പിൾ എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8% എടുത്തു എന്നാണ്. ഇനി 100 ആപ്പിളിൽ നിന്ന് 15 ആപ്പിൾ ഞാൻ എടുക്കുന്ന സമയത്ത് അത് 15%. ഇനി 200 ആപ്പിളിൽ നിന്ന് 10 ആപ്പിൾ ഞാൻ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 5%. ഓക്കെ, ഇനി 200 ആപ്പിളിൽ നിന്ന് ഞാൻ 40 ആപ്പിൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് 20%. ഓക്കെ, സോ ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക പെർസെൻറ്റേജ് കാണുന്ന സമയത്ത്. ഓക്കെ, സോ അതേപോലെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ അതിനെ എക്സ്പ്രസ് ചെയ്യാണ്, 600 ഡിവൈഡ് ബൈ 750 ഇൻറ്റു 100 എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. ടോട്ടൽ മാർക്കിന് ആദ്യം ഡിനോമിനേറ്ററിൽ എഴുതുക. 750 ആണ് ടോട്ടൽ കിട്ടേണ്ടത്. അതിൽ കിട്ടിയിരിക്കുന്ന മാർക്ക് 600 ആണ്.
ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ പെർസെൻറ്റേജ് കിട്ടും. ഓക്കെ, ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർസെൻറ്റേജ് കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, 0 ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ഇനി 15 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 60-ല് 4 15 വരുന്നുണ്ട്. ഓക്കെ, 75-ല് 5 15 വരുന്നുണ്ട്. ഇനി 100-ല് 5 കൊണ്ട് നമ്മൾ ക്യാൻസൽ ചെയ്യാന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് 20 എന്ന് കിട്ടും. ഓക്കെ, ഇനി 4 × 20 എന്ന് പറയുന്ന സമയത്ത് 80. അപ്പൊ ആൻസർ എന്താണ് വരുന്നത്? എ ആണ് ആൻസർ, 80%. ഓക്കെ, അപ്പം 750 മാർക്കിന്റെ ഒരു പരീക്ഷയിൽ ഒരു വിദ്യാർത്ഥി 600 മാർക്ക് നേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥിക്ക് കിട്ടുന്നത് 80% മാർക്കാണ്. ഒന്നുകൂടെ ചെയ്ത് നോക്കാം. ടോട്ടൽ ആയിട്ടുള്ള മാർക്കിന് ഡിനോമിനേറ്ററിൽ എഴുതണം, അതാണ് 750. ഓക്കെ, എന്നിട്ട് കിട്ടിയ മാർക്ക് നമ്മൾ ന്യൂമറേറ്ററിൽ എഴുതും, അതാണ് 600. എന്നിട്ട് ഇൻറ്റു 100 എന്ന് ചെയ്യും, ഇൻറ്റു 100 എന്ന് ചെയ്യും. എന്ത് ചെയ്തു? 0-ന് ആദ്യം ക്യാൻസൽ ചെയ്തു. ഓക്കെ, 0-ന് ആദ്യം ക്യാൻസൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? 60-ൽ നമ്മൾ നോക്കുന്ന സമയത്ത് 4 × 15 60 ആണ്. ഓക്കെ, 15 15 30 ആണ്. ആ 30-ന് ഇരട്ടി എടുത്തു കഴിഞ്ഞാൽ 60 ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 തവണ 15 പോകും. അപ്പൊ ഇവിടെ 40 കിട്ടും. ഇനി 75-ലേക്ക് നോക്കുന്ന സമയത്ത് 5 തവണ, കാരണം 60 + 15 75 ആയി. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 400 ഡിവൈഡഡ് ബൈ 5 എന്ന് കിട്ടും. ഓക്കെ, 400 ഡിവൈഡഡ് ബൈ 5 എന്ന് കിട്ടും. അപ്പൊ 400 ഡിവൈഡ് ബൈ 5 എന്ന് പറയുന്ന സമയത്ത് 80 ആണ് വരുന്നത്. ഓക്കെ, 80 ആണ് വരുന്നത്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ ഒരു വാല്യൂ കിട്ടുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഏത് രൂപത്തിൽ വേണേലും ചെയ്യാം. ഇപ്പൊ 400 ഡിവൈഡ് ബൈ 5 പെട്ടെന്ന് 80 എങ്ങനെ കിട്ടുന്നുണ്ട്? ഞാൻ 2 2 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പൊ എനിക്ക് എന്ത് കിട്ടും? 800 ഡിവൈഡഡ് ബൈ 10 എന്ന് കിട്ടും. ഓക്കെ, ഞാൻ മുകളിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതായത് നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ അംശബന്ധം മാറുകയില്ല. ആ അംശബന്ധം മാറില്ല. സത്യം പറഞ്ഞാൽ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഒരു അംശബന്ധമാണ്. പക്ഷെ ആ അംശബന്ധത്തിന്റെ ഡിനോമിനേറ്റർ അല്ലെങ്കിൽ താഴെ കിടക്കുന്നത് എപ്പോഴും 100 ആയിരിക്കുമെന്ന് മാത്രം. അപ്പൊ ഈ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ അംശബന്ധവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്, അത് റേഷ്യോയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്, നികുതിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? 800 ഡിവൈഡഡ് ബൈ 10 എന്ന് കിട്ടും. അപ്പൊ എന്ത് ചെയ്യാം? ഇനി എനിക്ക് 0 അങ്ങ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് എനിക്ക് 80 എന്ന് കിട്ടും. അങ്ങനെയാണ് 80 എന്ന് പറയുന്ന ഈ ഒരു നമ്പർ എനിക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ പെർസെൻറ്റേജ് കിട്ടുന്നത്. അപ്പൊ വളരെ എളുപ്പമാണ്, ചെയ്ത് നോക്കിയാൽ മതി. ട്രിക്കൊക്കെ അവിടെ നിൽക്കട്ടെ. ട്രിക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ടാണ് ട്രിക്കിലേക്ക് പോകേണ്ടത്. അപ്പൊ ആദ്യം നമുക്ക് കൺസെപ്റ്റ് മനസ്സിലാക്കാം. ഇനി നമുക്ക് ഒരു ശതമാനത്തിന്റെ ഭിന്നസംഖ്യ ആക്കണം എന്ന് വിചാരിക്കും. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ 75%. 75% എനിക്കൊരു ഭിന്നസംഖ്യ ആക്കിയിട്ട് റെപ്രസെന്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിനൊരു അംശബന്ധമായിട്ട് എനിക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യണം എന്ന് വിചാരിക്കും. അപ്പം 75% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 100-ൽ എത്ര എന്നതാണ്. അപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 75% എന്ന് പറഞ്ഞാൽ 75 ഔട്ട് ഓഫ് 100. ഓക്കെ, 100-ൽ 75 എന്നാണ് 75% എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി 25% എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ? 25% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 ഡിവൈഡഡ് ബൈ 100 എന്നാണ്. ഓക്കെ, ഇനിയിപ്പോ ഫോർ എക്സാമ്പിൾ 15% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 ഡിവൈഡഡ് ബൈ 100. ഓക്കെ, സോ ഇങ്ങനെയാണ് ശതമാനത്തിന് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പം 75% എന്ന് പറയുന്ന സമയത്ത് 75 ഡിവൈഡഡ് ബൈ 100 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഒരു ശതമാനത്തിന് ഭിന്നസംഖ്യ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി. 75 ഡിവൈഡ് ബൈ 100 ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? ആ ഒരു ഭിന്നസംഖ്യ കിട്ടും. അപ്പൊ ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന് എനിക്ക് മുകളിലും താഴെ നോക്കുന്ന സമയത്ത് 75 എന്ന് പറയുന്നത് 25 × 3 ആണ്. 100 എന്ന് പറയുന്നത് 25 × 4 ആണ്. അപ്പൊ 25 കൊണ്ട് എനിക്ക് രണ്ടിനെയും ഡിവൈഡ് ചെയ്യാം. 75-ൽ 3 തവണ 25 വരുന്നുണ്ട്. ഓക്കെ, 100-ലാണെങ്കിൽ 4 തവണ 25 വരുന്നുണ്ട്. അപ്പൊ എനിക്ക് അവിടെ എന്ത് കിട്ടും? ഭിന്നസംഖ്യ എന്ന് പറയുന്നത് 3/4 ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 75% എന്ന് ഞാൻ പറയുകയാണെങ്കിൽ അതിനർത്ഥം 3/4, അതായത് മുക്കാലാണ്. ഓക്കെ, മുക്കാലാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? പെർസെൻറ്റേജിനെ അംശബന്ധത്തിലേക്ക് കൺവേർട്ട് ചെയ്തു. എനിക്ക് തിരിച്ചും കൺവേർട്ട് ചെയ്യാം. ഓക്കെ, തിരിച്ചെനിക്ക് എന്ത് ചെയ്യാം? അതിനെ നമ്പറിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്യാം. അങ്ങനെ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാനിപ്പോ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്തത്. ഓക്കെ, ഒരു നമ്പറിനെ ഞാൻ അതിന്റെ ഒരു ശതമാനത്തിനെ ഭിന്നസംഖ്യ ആക്കാൻ വേണ്ടി ഞാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. ശതമാനം ഡിവൈഡഡ് ബൈ 100 ആണ് ചെയ്തത്. ഓക്കെ, ശതമാനത്തിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഭിന്നസംഖ്യ കിട്ടും, ആ ഫ്രാക്ഷൻ കിട്ടും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? 75% കിട്ടാൻ വേണ്ടി 75 ഡിവൈഡഡ് ബൈ 100 ചെയ്തു. ഇനിയിപ്പോ ഫോർ എക്സാമ്പിൾ എനിക്ക് 60% കിട്ടണം. അപ്പം 60 ഡിവൈഡഡ് ബൈ 100 ചെയ്തു. 60 ഡിവൈഡ് ബൈ 100 ചെയ്തു. അപ്പം 0 0 ക്യാൻസൽ ആയി. ഇനി 6-ലും 10-ലും 2 പോവും. 6-ല് 3 തവണ 2 പോവും. 10-ൽ 5 തവണ പോവും. അപ്പൊ 3/5. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? ആ ഭിന്നസംഖ്യ കിട്ടി. ഇനി ഇതേപോലെ ഒരു ഭിന്നസംഖ്യ എനിക്ക് തിരിച്ച് എന്ത് ചെയ്യാം? ശതമാനമാക്കാനും പറ്റും. അതിനെന്ത് ചെയ്താൽ മതി? ഇപ്പൊ നമ്മൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്തതാണെങ്കിൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ
ഓക്കെ 3/8. ഓക്കെ 3/8 ഇത് എത്ര ശതമാനമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 3/8 എത്ര ശതമാനമാണ് എന്നതാണ്. 3/8 ഞാൻ പെർസെൻറ്റേജ് ആക്കി കൺവേർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/8 എത്ര ശതമാനമാണ് എന്ന് ചോദിക്കുന്നതിന് തുല്യമാണ്. അപ്പൊ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്താൽ മതി, ഇതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നേരത്തെ നമ്മൾ ഡിവൈഡ് ചെയ്തെങ്കിൽ ഇപ്പൊ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, 300 ഡിവൈഡഡ് ബൈ 8 എന്ന് കിട്ടും. 300 ഡിവൈഡഡ് ബൈ 8 എന്ന് കിട്ടും. ഓക്കെ 300 ഡിവൈഡ് ബൈ 8 എന്ന് കിട്ടും. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, പരസ്പരം കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം എനിക്ക് എന്ത് ചെയ്യാം, 2 കൊണ്ട് കട്ട് ചെയ്യാം. 2 കൊണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്ത് കിട്ടും, 150 ഡിവൈഡഡ് ബൈ 4. ഓക്കെ രണ്ടും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഞാൻ എന്ത് ചെയ്തു, 2 കൊണ്ട് കട്ട് ചെയ്തു. ഓക്കെ 2 കൊണ്ട് കട്ട് ചെയ്തു. ഇനി ഞാൻ എന്ത് ചെയ്യണം, വീണ്ടും 2 കൊണ്ട് എനിക്ക് കട്ട് ചെയ്യാൻ പറ്റും. വീണ്ടും 2 കൊണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്ത് കിട്ടും, 75 കിട്ടും. ഇവിടെ എനിക്ക് 2 എന്ന് കിട്ടും. 75 ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടും. ഓക്കെ ഇനി 75 ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്ന സമയത്ത് അത് ആക്ച്വലി എത്രയാണ് വരിക, 75 75 ഡിവൈഡഡ് ബൈ 2. ഓക്കെ 75 ഡിവൈഡ് ബൈ 2. ഓക്കെ അപ്പം 74 ആണ് എന്നുണ്ടെങ്കിൽ, ഓക്കെ ഫോർ എക്സാമ്പിൾ ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് 74 ആണെങ്കിൽ എനിക്ക് അതിന് എത്ര എന്ന് പറയാം, 37 എന്ന് പറയാം. ഓക്കെ 37 എന്ന് പറയാം. പക്ഷെ ഇവിടെ 75 ആയതുകൊണ്ട് 37.5. അപ്പൊ 75 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 37.5. അപ്പം 3/8 എന്ന് പറയുന്നത് 37.5 ശതമാനമാണ്. അതല്ലെങ്കിൽ 3 എന്ന് പറയുന്നത് 8ന്റെ 37.5 ശതമാനമാണ് എന്ന് എനിക്ക് പറയാം. 3 എന്ന് പറയുന്നത് 8ന്റെ 37.5 ശതമാനമാണ് എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ സോ അതൊന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം, ഓർത്ത് വെക്കുക, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നമുക്ക് ഇതേപോലെ മറ്റൊരു കാര്യം കൂടെ ചെയ്തു നോക്കാം. ഓക്കെ ശതമാനത്തിനും ഭിന്നസംഖ്യയാക്കുന്നത് തിരിച്ചു എന്ത് ചെയ്യാം, നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ 18%. ഓക്കെ 18%. ഇതിനെ എനിക്ക് ഭിന്നസംഖ്യയാക്കണം. 18% എനിക്ക് ഭിന്നസംഖ്യയാക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, 18 ഡിവൈഡഡ് ബൈ 100 ചെയ്യും. 18 ഡിവൈഡ് ബൈ 100 ചെയ്യും. അപ്പൊ 18 ഡിവൈഡ് ബൈ 100 ചെയ്യുന്ന സമയത്ത് എന്താണ്, ഇനി എനിക്ക് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്ത് ചെയ്യാം, 2 കൊണ്ട് വെട്ടാം. അപ്പൊ എനിക്ക് എന്ത് കിട്ടും, 9 ഡിവൈഡഡ് ബൈ 50 എന്ന് കിട്ടും. ഓക്കെ 9 ഡിവൈഡഡ് ബൈ 50 എന്ന് കിട്ടും. ഇനി എനിക്ക് ഏതെങ്കിലും നമ്പേഴ്സ് വെച്ച് വെട്ടാൻ വേണ്ടിയിട്ട് പറ്റും? ഇല്ല, കാരണം മുകളിൽ നിൽക്കുന്നത് എന്താണ്, ഒരു ഓഡ് നമ്പർ ആണ്, താഴെ നിൽക്കുന്നത് ഒരു ഈവൻ നമ്പർ ആണ്. ഇനി ഈ നമ്പറിന്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത് 1, 3, 9 ആണ്. ഈ പറയുന്ന ഒരു നമ്പറും 50 ഡിവൈഡ് ചെയ്യാൻ എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇനി എനിക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പം 18% എന്ന് പറയുന്നത് 9/50 ആണ്. ഓക്കെ 9/50നെയാണ് നമ്മൾ 18% എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലെങ്കിൽ 50ൽ 9 എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 18%. ഓക്കെ 50 ആപ്പിളിൽ 9 ആപ്പിൾ ഞാൻ ഒരാൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അടുത്തുണ്ടായിരുന്ന മൊത്തം ആപ്പിളിന്റെ 18% ഞാൻ അയാൾക്ക് കൊടുത്തു എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ അപ്പൊ ആ കൺസെപ്റ്റ് ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക, ഓർത്ത് വെക്കുക. ഇതുപോലെ കുറച്ച് റാൻഡം നമ്പേഴ്സ് നിങ്ങൾ എടുത്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ കുറച്ച് നമ്പേഴ്സ് എടുത്തിട്ട് തിരിച്ചും മറിച്ചും ചെയ്ത് നോക്കുക. ശതമാനത്തിന്റെ ഭിന്നസംഖ്യയാക്കുക, ഭിന്നസംഖ്യയെ തിരിച്ച് ശതമാനമാക്കുക. ഇനി ഞാനൊരു ഭിന്നസംഖ്യ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഓക്കെ 5 ഡിവൈഡഡ് ബൈ 12. ഇതിനെനിക്ക് എന്ത് ചെയ്യണം, എത്ര ശതമാനമാണ് എന്ന് കണ്ടുപിടിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ 12 നമ്പേഴ്സ് അല്ലെങ്കിൽ 12 ആപ്പിൾ ഞാൻ എടുത്ത് അതിൽ 5 ആപ്പിൾ ഞാൻ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് എത്ര ശതമാനമാണെന്നുള്ളത്. 12 ആപ്പിൾ ഞാൻ എടുത്തിട്ട് 5 ആപ്പിൾ ഞാൻ വേറൊരാൾക്ക് കൊടുത്താൽ അത് എത്ര ശതമാനമാണ്, ഇതാണ് ചോദ്യം. അപ്പൊ അതിന് എന്ത് ചെയ്താൽ മതി, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ ഒരു ഭിന്നസംഖ്യ തന്നിട്ട് ശതമാനമാക്കാൻ അതിനെ ഞാൻ എന്ത് ചെയ്താൽ മതി, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ അങ്ങനെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ ആദ്യം എന്ത് ചെയ്യാണ്, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇവിടെ 6 എന്ന് കിട്ടും, ഇവിടെ എനിക്ക് 50 എന്ന് കിട്ടും. ഓക്കെ വീണ്ടും എനിക്ക് എന്ത് ചെയ്യാം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. വീണ്ടും കൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ 3 എന്ന് കിട്ടും. ഓക്കെ ഇവിടെ എനിക്ക് എന്ത് കിട്ടും, 25 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ എന്താണ് കിട്ടുന്നത്, 5 × 25 ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടും. ഓക്കെ 5 × 25 ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടും. അപ്പൊ ഇത് എത്രയാണ് വരുന്നത്, 5 × 25 എന്ന് പറയുന്ന സമയത്ത് 125 ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. 125 ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. അപ്പം 125 അല്ലെങ്കിൽ 120 ഏകദേശം 40 വരും. അപ്പം 4. ഓക്കെ 4 വരും. ഇനി 5ല് ഓക്കെ 5ല് നമ്മൾ കൺസിഡർ ചെയ്യാന്നുണ്ടെങ്കിൽ അത് ഏകദേശം 1.66 വരും. ഓക്കെ അപ്പൊ 41.66 അറൗണ്ട് ഇത്രയായിരിക്കും ഈ ഒരു വാല്യൂ വരുന്നത്. ഓക്കെ 125 ഡിവൈഡ് ബൈ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 41.66 വരും. അപ്പൊ 43.66%. അപ്പം 5/12 എന്ന് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ
12ൽ 5 മാങ്ങ ഞാൻ ഒരാൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം 41.66% മാങ്ങ ഞാൻ അയാൾക്ക് കൊടുത്തു എന്നുള്ളതാണ്. അപ്പം നമ്മൾ നിർബന്ധമായിട്ട് അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ പഠിച്ചത് ശതമാനം ഭിന്നസംഖ്യയാക്കുന്നതിനും അതുപോലെ തന്നെ ഭിന്നസംഖ്യ തിരിച്ച് ശതമാനമാക്കാനും. അപ്പൊ കുറച്ച് നമ്പേഴ്സ് എടുത്തിട്ട് തിരിച്ചു മറിച്ചും നിങ്ങൾ ചെയ്തു നോക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ ആൻസേഴ്സ് ഒക്കെ ഒന്ന് കമന്റ് ചെയ്യുക. ശരിയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, അത് യെസ് ആണ് പറയാം. ഓക്കെ, ദെൻ ശതമാനം ഭിന്നസംഖ്യയാക്കുന്നത് ഇതിപ്പോ നമ്മൾ ഓൾറെഡി കണ്ടു. ഇപ്പം 80% എന്ന് പറയുന്ന സമയത്ത് 80/100 ചെയ്താൽ മതി. അപ്പൊ അത് എത്രയെന്ന് കിട്ടും? 8/10 എന്ന് കിട്ടും. ഓക്കെ, വീണ്ടും അതിനെ എനിക്ക് ചെറുതാക്കാം. അപ്പൊ ഞാൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് 2 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? 4/5 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ 4/5 80% എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഭിന്നസംഖ്യ രൂപത്തിലേക്ക് മാറ്റുമ്പോൾ ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ 4/5 ആണ്. ഏറ്റവും ചെറിയ ഫോർമാറ്റിൽ ഇൻ കേസ് അതിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് 4/5 എന്നാണ്. ഇനി അതേപോലെ 70%. അപ്പൊ 70% എന്ന് പറയുമ്പോൾ എത്രയായി? 70/100. ഓക്കെ, 70/100 എന്ന് കിട്ടും. അപ്പൊ അതിന്റെ വാല്യൂ എത്രയാണ് വരിക? ഞാൻ ആദ്യം 0 അങ്ങ് ഡിവൈഡ് ചെയ്തു. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? 7/10 എന്ന് കിട്ടി. 7/10 എന്ന് കിട്ടി. സോ ആൻസർ അതാണ് 7/10. അപ്പൊ ഞാൻ ആ ശതമാനത്തിന് എന്ത് ചെയ്തു? ഭിന്നസംഖ്യയാക്കിയിട്ട് കൺവേർട്ട് ചെയ്തു. ഓക്കെ, ഇനി അതുപോലെ ഞാൻ കുറച്ച് നമ്പേഴ്സ് നിങ്ങൾക്ക് തരികയാണ്. അതൊക്കെ നിങ്ങൾ കൺവേർട്ട് ചെയ്ത് നോക്കുക. 65%. ഓക്കെ, 30%, 18%, ഓക്കെ, 24%. ഇതൊക്കെ ഒന്ന് നിങ്ങൾ കൺവേർട്ട് ചെയ്തിട്ട് ഭിന്നസംഖ്യ ആക്കിയിട്ട് അതിനൊന്ന് പറയാം. ഓക്കെ, 65% അതിന് ഭിന്നസംഖ്യ രൂപത്തിൽ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യണം. 30% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭിന്നസംഖ്യ രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യണം. 18% ഭിന്നസംഖ്യ രൂപത്തിൽ പറഞ്ഞു തരണം. 24% ഭിന്നസംഖ്യ രൂപത്തിൽ പറഞ്ഞു തരണം. ഓക്കെ, അപ്പൊ ഈ നമ്പേഴ്സിനൊക്കെ ഒന്ന് ഭിന്നസംഖ്യ രൂപത്തിൽ ഒന്ന് പറയാം. ഓക്കെ, യെസ്. ഇനിയിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ഭിന്നസംഖ്യയെ ശതമാനമാക്കാൻ വേണ്ടിയിട്ട് തിരിച്ചാണ് എന്നുണ്ടെങ്കിൽ ആ ഭിന്നസംഖ്യയെ നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇപ്പൊ നമ്മൾ ഓൾറെഡി കണ്ടു 3/4. ഇത് എത്ര ശതമാനം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതിനെ ഞാൻ എന്ത് ചെയ്താൽ മതി? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? 75% എന്ന് കിട്ടും. അപ്പൊ ഈ ഭിന്നസംഖ്യയെ ഞാൻ എന്ത് ചെയ്തു? ശതമാനമായിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്തത്. ഇനി ഹാഫ് 1/2 ആണെങ്കിൽ അതിനെ ഞാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഈ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 50 എന്ന് കിട്ടും. അപ്പം 50%. ഓക്കെ, ശതമാനമായിട്ട് ഞാൻ കൺവേർട്ട് ചെയ്തു. ഹാഫ് എന്ന് പറയുന്നത് 50%. മുക്കാൽ എന്ന് പറയുന്നത് 75%. കാൽ എന്ന് പറയുന്നത് 25%. 1/4. ഓക്കെ, 1/4 അതിനെ ഞാൻ എന്ത് ചെയ്യാണ്? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? ഇത് രണ്ടും കൂടെ ക്യാൻസൽ ആയാൽ 25 എന്ന് കിട്ടും. അപ്പൊ അത് എത്രയാണ്? 25%, 25% എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ട് ഒരു ഭിന്നസംഖ്യയെ ശതമാനമാക്കിയിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ ഞാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എനിക്ക് കിട്ടുന്നത് ശതമാനമായിരിക്കും. ഇതൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന ഓരോ കൺസെപ്റ്റുകളും ആവശ്യമായിട്ട് വരും. ഓക്കെ, അപ്പൊ ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ കൺസെപ്റ്റുകൾ ക്ലിയർ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിയർ ആണെന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആണെന്നുള്ളതൊന്ന് നോക്കുക. ഇതിന്റെ മുകളിലാണ് ശതമാനത്തിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ഞാൻ കുറച്ച് നമ്പേഴ്സ് ഞാൻ നിങ്ങളുടെ അടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ നമ്പേഴ്സ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കിട്ടിയ വാല്യൂ ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും? ഇതിന് പോസിബിൾ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്തു വരുന്ന കൺസെപ്റ്റുകൾ നമ്മൾ അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.